ആൾക്കാർ നിങ്ങളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ നൈസായിട്ട് എസ്കേപ്പ് ആവണം. അവർ പലതും മനസ്സിൽ കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത മറുപടി അതിന് കൊടുക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഇനി ആരെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മറുപടി കൊടുക്കണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവർ നിങ്ങളോട് പെർമിഷൻ ചോദിക്കും. അതായത്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് ഞാൻ ചെയ്തതിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ നിനക്ക് എതിർപ്പില്ലല്ലോ. അത് അവരുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമായിരിക്കില്ല, അതിൽ നിങ്ങളും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. ഇതിന് പെർമിഷൻ ആഫ്റ്റർ ആക്ഷൻ എന്നും പറയും. അവർ ഓൾറെഡി ആ ഒരു തീരുമാനം എടുത്തു, അത് നടപ്പിലാക്കുകയും ചെയ്തു. അതിനുശേഷം അവരോട് നിങ്ങളോട് പെർമിഷൻ ചോദിക്കുന്നത് പോലെ ചോദിക്കും. ഇത് ശരിക്കും പെർമിഷൻ ചോദിക്കലല്ല. അവരത് നിങ്ങളെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ അവരിങ്ങനെ അറിയിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ. അവർ പക്ഷെ അത് പെർമിഷൻ ചോദിക്കുന്നത് പോലെ അവതരിപ്പിക്കും. അതെന്തിനാന്ന് വെച്ചാൽ, അവർ ചെയ്ത കാര്യം അതൊരിക്കലും നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കില്ല. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന അവർക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഒരു രീതിയിൽ പറയും, നിനക്കത് എതിർപ്പില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും മറുപടി കൊടുക്കുക. പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവർ ഇപ്പം ചെറിയൊരു കാര്യം ചെയ്തിനെങ്കിൽ അടുത്ത പ്രാവശ്യം അതിലും വലിയൊരു കാര്യം ചെയ്തിട്ട് നിങ്ങളോട് ഇതേപോലെ പെർമിഷൻ ചോദിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ നമ്പർ വേറൊരാൾക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെ വന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനൊരു നിന്റെ നമ്പർ ഒരാൾക്ക് കൊടുത്തു, നിനക്ക് അതിൽ കുഴപ്പമില്ലല്ലോ എന്ന്. അപ്പം നിങ്ങൾ എനിക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ മറുപടി കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പറയണം, നീ അത് കൊടുക്കണ്ടായിരുന്നു, കൊടുക്കുന്നതിന് മുന്നേ എന്നോട് ഒപ്പീനിയൻ ചോദിക്കാമായിരുന്നു, എൻ്റെ ഒപ്പീനിയൻ അതല്ല, നിനക്കത് താല്പര്യമില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ആയിരിക്കണം മറുപടി കൊടുക്കുന്നത്. അത് ഓൾറെഡി കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അവർ വിഷമിക്കും എന്ന് കരുതിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാൻ പാടില്ല ഒരിക്കലും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അവരുടെ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കും. അതായത് ബലഹീനത അല്ലെങ്കിൽ ദൗർബല്യം എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആ ഒരു ത്വര കൊണ്ട് ചോദിക്കുന്നതാണ്. ശരിക്കും അതല്ല. അവരൊരു സിറ്റുവേഷൻ വന്നാൽ അത് നിങ്ങൾക്കെതിരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചോദിക്കുന്നത്. നിങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ വൾനറബിൾ ആയിട്ടുള്ള ആ ഒരു പാർട്ട് തുറന്നു കാണിക്കും. പിന്നീട് ഇവർ അതേ കാര്യം വെച്ചിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ദേഷ്യപ്പെടുന്നത് ഭയങ്കര പേടിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരാളോട് പറഞ്ഞു. അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ അതേ ദേഷ്യത്തിലൂടെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കൊരാൾ എൻ്റെ മുന്നിൽ നിന്ന് കരയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങളെ മുന്നിൽ കരഞ്ഞിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിൽക്കും. പിന്നെ ഇതെല്ലാ സിറ്റുവേഷനിലും ശരിയാവണമെന്നില്ല. അത് കണ്ടെത്താനുള്ള മിടുക്ക് നിങ്ങളുടേതാണ്. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി ഇതേ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ സത്യസന്ധത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഇതുപോലുള്ള മീനിങ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. കേൾക്കുമ്പോൾ എത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, നല്ല സത്യസന്ധമായിട്ട് ഉത്തരം പറയാൻ തോന്നും. പക്ഷെ പറയാൻ പാടില്ല. പറഞ്ഞാൽ നിങ്ങൾ പെട്ടു. ഉള്ളിൽ അറുത്തു ഇർക്ക്. ഉള്ളിൽ നിങ്ങൾക്ക് ഉപദേശം ചോദിക്കുന്ന പോലെയുള്ള തോന്നും. പക്ഷെ ഇതൊരു ഉപദേശം ചോദിക്കലല്ല. അവർക്കറിയാം അങ്ങനെ ഒരു സംഭവത്തിന് എന്ത് തീരുമാനം എടുക്കണം എന്ന് അവർക്ക് ഓൾറെഡി അറിയാം. പിന്നെ നിങ്ങളോട് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, അത് അവരെടുത്ത തീരുമാനം, ഇപ്പം നിങ്ങളൊരു തീരുമാനം പറഞ്ഞു, ആ തീരുമാനം അവരെടുത്തതിന് ശേഷം അത് നല്ലൊരു തീരുമാനമാണെങ്കിൽ അവരതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് അവരെന്നെ എടുക്കും. ഇനി അതൊരു മോശം തീരുമാനമാണെങ്കിൽ, നീ പറഞ്ഞിട്ടല്ലേ ഞാനത് എടുത്തിന്, അങ്ങനെ ഒരു തീരുമാനം എടുത്തിന് നിങ്ങളോട് ചോദിക്കും. എല്ലാം നിങ്ങളെ തലയിലാവും. പ്രത്യേകിച്ച് ഈ ഫാമിലീൻ്റെ ഇടയിലാണെന്ന് തോന്നി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത തലയിലിടാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടിയാൽ അത് നല്ലതല്ലേ? അതായത് ബലിയാടാവാൻ ഒരാളെ കിട്ടിയാൽ ഇത് കൂടുതൽ പേർക്ക് റിലേറ്റ് ആവുന്ന ഒരു സംഭവമായിരിക്കും. അപ്പം നിങ്ങൾ ഇതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പാടില്ല. ഇതിൽ എൻ്റെ അഭിപ്രായത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, നിങ്ങൾ തോന്നുന്ന പോലുള്ള, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കും. നിങ്ങളുടെ ട്രസ്റ്റ് ട്രിഗർ ചെയ്യും. നിങ്ങൾക്കില്ലാന്ന് അവിടെ പറയാൻ കഴിയില്ല. സംഭവം എന്താന്ന് വെച്ചാൽ, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അവരെ വിശ്വാസ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചോദിക്കുമ്പോൾ അവർ പറയും, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ട് എന്നല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പം വിശ്വാസം ഇല്ലാണ്ടായോ എന്ന രീതിയിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ വേറൊരു രീതിയിൽ ചോദിക്കും, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം എന്താണെന്നുള്ള രീതിയിലും ചോദിക്കും. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ തരുന്ന ഒരു ബ്ലാങ്ക് ചെക്കിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് സംഭവം. അവർക്ക് എന്തും ചെയ്യാൻ
എന്നുള്ളൊരു സംഭവം, ഇതിന്റെ പേരിൽ നിങ്ങൾ ആ ഒരു വിശ്വാസമുണ്ട് എന്ന് പറയുന്നതിന്റെ പേരിൽ. അപ്പം നിങ്ങൾ എങ്ങനെ മറുപടി കൊടുക്കണം? ഇവരിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, ആ ഒരു രീതിയിൽ വേണം മറുപടി കൊടുക്കാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ചോദിച്ചപ്പോൾ അവർ നിങ്ങളോട് ഇങ്ങോട്ട് വേറൊരു ചോദ്യം ചോദിക്കുന്നു, ആരാണ് നിന്നോട് അത് പറഞ്ഞത്? അതായത് നിങ്ങളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറ്റും. അങ്ങനെ നിങ്ങൾ ആ പറഞ്ഞ ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം അവരുടെ തലയിലാവും. നിങ്ങളെ വിശ്വസിച്ച ആ കാര്യം പറഞ്ഞവരുടെ തലയിലാവും എല്ലാ കുറ്റവും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ഒരിക്കലും അവരുടെ പേര് പറയാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി. പറഞ്ഞത് ആരും ആയിക്കോട്ടെ, സത്യമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ മാത്രം മതി. അത് മാത്രമല്ല, നിങ്ങൾ ഇന്ന ആളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞെന്നുള്ള രീതിയിൽ ഇവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതേ ചെയ്ത കള്ളത്തരം ഇവരുടെ മുന്നിൽ റിപ്പീറ്റ് ചെയ്യാണ്ട് ഇവരുടെ മുന്നിൽ നല്ല ഡീസൻ്റായി നിന്ന് അതേ കള്ളത്തരം വേറെ രീതിയിൽ അവർ റിപ്പീറ്റ് ചെയ്യും. അപ്പം ഒരിക്കലും ഇവർ അറിയാൻ പാടില്ല ഇന്ന ആള് കാരണമാണ് നിങ്ങൾ ഈ ഒരു സംഭവം അറിഞ്ഞത് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും ഇവരെ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ സമ്മതിക്കരുത്. ആ കാര്യം തന്നെ എടുത്തെടുത്ത് ചോദിക്കണം, ഇത് നീ പറയൂ എന്നുള്ള രീതിയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നിങ്ങളെടുത്ത ഒരു തീരുമാനത്തെ നിങ്ങളെ കൊണ്ട് തന്നെ സംശയിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, നിനക്കിതിൽ ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നിനക്ക് വിശ്വാസം ഉണ്ടോ? ഇതൊക്കെ സത്യമാണോ? ഇത് തെറ്റായ ഒരു തീരുമാനമാണോ? ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനത്തിനോട് തന്നെ ഒരു ഡൗട്ട് തോന്നും, ഇനി ഇത് അങ്ങനെയല്ലേ, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ? അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഡൗട്ട് തോന്നി തുടങ്ങും. ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം നിങ്ങളത് അവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ നടപ്പിലാക്കി കൊടുക്കുന്നു. അപ്പം ഇതെല്ലാവരുടെ കാര്യത്തിലും ശരിയാവണം എന്നില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടേതാണ്.